Hey guys, welcome back to Jugunu Spotlight. It's me Jugunu. ഇന്നൊരു AC എങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് വന്ന്. അപ്പോൾ സ്വിച്ചെല്ലാം ഒന്ന് ഓഫാക്കുക ആദ്യം, എന്നിട്ട് വേണമെങ്കിൽ പണിയെടുക്കണ്ടെങ്കിൽ. എന്നിട്ട് അതിൻ്റെ മൂടി മെല്ലാണ് ഇങ്ങനെ തുറന്നു വെച്ചാൽ ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മൊത്തം പൊടിയാണ്. ആ സാധനം മെല്ലാണ് ഇങ്ങനെ ഇളക്കിയാൽ മതി. ആ നെറ്റില്ലേ, അത് ചെറുങ്ങനെ ഇങ്ങനെ ഇളക്കിയാൽ വേഗം അങ്ങ് കിട്ടും. അപ്പോൾ അതിങ്ങനെ ഇളക്കിയെടുക്കുക. എന്താ ഇത് കൊടുക്കുക, ഞാൻ കാണിച്ചു തരാം പൊടി എന്താ പൊടി എന്നല്ലോ. ചില ആൾക്ക് ഇത് അറിയുന്നുണ്ടാവും, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ട പൊടി കണ്ട നിങ്ങൾ, എന്താ ഇങ്ങനെ പൊടി ഉണ്ടാവും എന്താ. അപ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നല്ലോണം മൂക്കെല്ലാം പൊത്തിയിട്ട്, ഇപ്പോൾ എല്ലായിടത്തും മാസ്കെല്ലാം ഉണ്ടാവുമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ മൂക്കെല്ലാം നല്ലോണം പൊത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു പഴയ കോട്ടൺ തുണിയാ ബനിയൻ തുണിയാ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം പൊടിയങ്ങ് തട്ടുക. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആങ്ങളാറുണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങളതിനെ ഒറ്റയ്ക്ക് കയറിയിട്ട് അതിൻ്റെ മേലെല്ലാം കയറ്റി ഒന്ന് വീഴാൻ നിൽക്കണ്ട. അപ്പോൾ സിറാജ്ക്കൊക്കെ ഇന്ന് ലീവായിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്, ലോക്ക്ഡൗണിൻ്റെ ഡേ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലും ക്ലീൻ ചെയ്യലും എല്ലാം കൂടി ഒന്നും നടക്കില്ല. കാരണം AC എന്ന് പറയുന്നത് ഹൈറ്റിലുള്ള സ്ഥലത്തല്ലേ. അപ്പോൾ ഈ വയറിൻ്റെ സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ തട്ടിമുട്ടിയും ചെയ്യണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഇറക്കി വെച്ചേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് പിന്നെ AC വൃത്തിയാക്കാൻ കയറിയിട്ട് തണുപ്പില്ലായിട്ട് തണുപ്പിൽ കൂടാൻ വേണ്ടിയിട്ട് കയറിയിട്ട് പിന്നെ വർക്ക് ചെയ്യണ്ട ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഭാഗം അങ്ങനെ തൊടാൻ നിൽക്കണം, ഒന്ന് ജസ്റ്റ് തട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പിന്നെ സ്വിങ് ചെയ്യുന്ന വിങ്സ് അല്ലേ, അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക, പൊടി തട്ടിയിട്ട് ഇങ്ങ് എടുക്കുക വേഗം. നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സർവീസിൻ്റെ വരെ ഒന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നല്ല വൃത്തിയാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫിൽറ്ററുള്ള ആ ഭാഗത്ത് എന്ത് ചെയ്യാം, നല്ല പൊടിയെല്ലാം എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പം നല്ല ഉപയോഗമല്ലേ. അപ്പോൾ ചിലയിടത്ത് മഴ പെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ പൊടിയിൽ തട്ടി പോവാത്തത് നമ്മളെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടികൾ പെയിൻ്റ് അടിക്കുന്ന കുറച്ച് വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം പൊടി അങ്ങ് തട്ടി കൊടുക്കുക. ചില ആളെല്ലാം ചെയ്തിട്ടുണ്ടാവും, അറിയാത്ത ആളെ കൂടെ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇതിപ്പോൾ AC തണുപ്പ് എല്ലാവർക്കും കുറയുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഒരേ ഇടലല്ലേ, ചൂട് അങ്ങനെയെല്ലാം. ചിലയിടത്ത് മഴ പെയ്തിട്ടുണ്ടാവും, ചിലയിടത്ത് മഴ പെയ്യും. പക്ഷെ എത്ര മഴ പെയ്തതിനും ചില സ്ഥലത്തെ മേലയിലൊന്നും അത്ര പിന്നെ തണുപ്പ് വന്നിട്ടില്ലാലും പറയുന്ന കേൾക്കാം. ആ ഒരു ടൈം ഇടുമല്ലോ എന്തായാലും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ഇട്ടിട്ട് പിന്നെ തണുപ്പ് പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ള തണുപ്പ് നോക്കുക. അപ്പോൾ നമ്മളെ ഈ ഉൾഭാഗമെല്ലാം നല്ലോണം ഒന്ന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത സംഭവമല്ല ഉണ്ടല്ലോ, ഇതിൻ്റെ മൂടിയാന്ന് ഇത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയ പൊടി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ദയവ് ചെയ്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കല്ലേ. പണ്ടെല്ലാം നമുക്ക് ഈ സർവീസിൻ്റെ അയാൾ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ കൊണ്ടായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ ബാത്റൂമിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈലും വലിയ പണിയായിരിക്കും. ഓർ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യുന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്താ ദയവ് ചെയ്ത് മുറ്റത്തോ അലക്കലിൻ്റെ അടുത്തോ പിന്നെ എവിടെയെന്ന് വെച്ചാൽ യൂട്ടിലിറ്റി ആ ഭാഗത്ത് എവിടെയെങ്കിൽ പുറത്തായിട്ട് പോയിട്ട് ചെയ്തോളാം. ഇതുകൊണ്ട് ഈ ബ്രഷിനോട് തട്ടുമ്പോൾ നോക്കി ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാകുന്നില്ല എത്രത്തോളം കച്ചറുണ്ട് ഇതിൻ്റെ മുകളിൽ. അത് തട്ടുമ്പോൾ തന്നെ ഒരുപാട് പോയി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പല്ലേച്ച പഴയ ബ്രഷ് ഉണ്ടാവില്ലേ, ടൂത്ത് ബ്രഷ്, പഴയ നമ്മൾ ഈ കാലിൻ്റെ നഖം ഒരുക്കാനോ അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവില്ലേ, പഴയ ടൂത്ത് ബ്രഷ് കുട്ടികളതാ നിങ്ങളതാ അതായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ അതെല്ലാം ഏകദേശം പൊടിയെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൈപ്പ് ചെറുങ്ങനെ തിരിച്ചിട്ട് അതെന്ത് ചെയ്യുക, ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക നല്ലോണം. അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ലോണം എന്ത് ചെയ്യുക, ഈ ബ്രഷോട് നല്ലോണം എന്ത് ചെയ്യുക, ഒന്ന് അരച്ചു കൊടുക്കുക. ഇത് അതിൻ്റെ മുകളിൽ ഷെർഗിനാന്ന് അരക്കുന്നത്. എന്നോട് പറഞ്ഞ് പെയിൻ്റ് അടിക്കുന്ന ബ്രഷല്ലോ ഉമ്മി, ഞാൻ അരച്ചോളൂ. പിന്നെ അതിനോട് പോകാണ്ടൊക്കെ എന്തൊക്കെ നമ്മളെ ടൂത്ത് ബ്രഷ് ഇല്ലേ, പഴയ ടൂത്ത് ബ്രഷ്, അതിനെക്കൊണ്ടാണ് നല്ലോണം വൃത്തിയാകുന്നത്. ഞാൻ രണ്ടും ഉപയോഗിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടും കാണിച്ചു തന്നു. അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഇല്ലെങ്കിൽ ആരും വിഷമിക്കണ്ട. അപ്പോൾ നമ്മളത് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കാത്തതാ വലത് ഭാഗത്ത് വൃത്തിയാക്കാത്തതും ഇടത് ഭാഗത്ത് വൃത്തിയാക്കിയതാണ്. രണ്ടും മനസ്സിലാകുന്നില്ലേ കച്ചറ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ജസ്റ്റ് വൃത്തിയാക്കിയതാണ് ബ്രഷോട് വരക്കാണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലോണം ഒപ്പിയെടുക്കുക. അരച്ചരച്ചിട്ട് വലിച്ച് പിന്നെ തുടച്ചേക്കണ്ട, ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒപ്പിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ തുടച്ചിടാറിട്ട് ആ ഒരു ടൈമിൽ മോളൊന്ന് തുടച്ചിരുന്നു, മോളെ ഹെൽപ്പ് ചെയ്തിരുന്നതാ. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുക, തിരിച്ചിടുക. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒപ്പി എടുക്കുക.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫിറ്റ് ചെയ്യണ്ടേ. ഫിറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ കഴിച്ചെടുക്കുമ്പോൾ ഒരു ബേജാറും വേണ്ട കേട്ടോ. നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു ഭാഗം കണ്ടില്ലേ, ഇപ്പോൾ തൊട്ട ഭാഗം, ആ ഭാഗം എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് നോക്കി ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആടായി. അത് അങ്ങോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിനൊരു ക്ലിപ്പ് പോലെ ഉണ്ട് ചെറുങ്ങനെ, അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണും. ചെറിയൊരു ക്ലിപ്പ് പോലെ അതിൻ്റെ മുകളിലവിടെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിക്കുകയോ താത്തി അങ്ങനെ ചെയ്താൽ മതി. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയമില്ലേ ആ പോയിന്റിലും അതിന് താഴോട്ടും അങ്ങനെ എന്ത് ഇടാൻ, ഈ രണ്ട് കാണിച്ചിരുന്ന ആ പോയിന്റിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഇടുക. അപ്പോൾ നമുക്ക് തന്നെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യാനെല്ലാം പറ്റുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇളകി വരുമൊന്നുമില്ല. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകുകയേ വേണ്ട കേട്ടോ. നല്ല സൂമാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. അത് ആ ചെറിയ സൈഡിൽ കണ്ട ആ ഒരു ചെറിയ ക്ലിപ്പ് പോലത്തെ അതിൻ്റെ മുകളിട്ടായി. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി ഇടണ്ടെന്ന്. ഇതിപ്പം എൻ്റെ ഓണിയുടെ 11 വർഷത്തെ പഴക്കമുണ്ട്. മാഷാഅല്ലാഹ് നമ്മളിങ്ങനെ കറക്റ്റ് സർവീസെല്ലാം ചെയ്യുന്നതുകൊണ്ട് തണുപ്പെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇടുന്ന പോലെ ഇട്ടാൽ മതി. അത് നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ മൂടിങ്ങ് തുറന്നിങ്ങ് വരും, രണ്ട് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തരുടെ എ സിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു എ സിൻ്റെ കാര്യമല്ല എനിക്ക് പറയാൻ കഴിയും. പക്ഷെ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എല്ലാ ഇതായിക്കഴിഞ്ഞാലും. പിന്നെ ചിലത് മാത്രം ഇതിൻ്റെ വിൻഡോ ഈ സാധനമില്ല, അതങ്ങനെ ക്ലോസ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഒരു വ്യത്യസ്തമായ വ്ളോഗായിട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക, ജസ്റ്റ് ഓണാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആദ്യമുള്ള പോലെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് ഇട്ടേ വേണ്ടു, പിന്നെ 10 മിനിറ്റോളം ഇട്ട് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയുന്ന ആൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഓൾന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.